മലപ്പുറത്തിന്റെ ഉറച്ച സ്വർണ്ണ പ്രതീക്ഷയായിരുന്നു ഗീതു KP. അത് യാഥാർത്ഥ്യമായി. പക്ഷേ ഗീതുവിന്റെ ജീവിതം അത്ര തിളക്കമുള്ളതല്ല. സ്വന്തമായി ഒരു വീട്, അച്ഛന്റെ ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഒരുപാട് ദൂരമുണ്ട് ഗീതുവിന് താണ്ടാൻ. അവൾക്ക് ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു, സ്വർണം. അതിൽ കുറഞ്ഞൊന്നും ഗീതുവിന് വേണ്ട. മത്സരം ആരംഭിച്ചതു മുതൽ വ്യക്തമായ ലീഡ്. ഒടുവിൽ 16 മിനിറ്റ് 24.69 സെക്കൻഡിൽ മത്സരം പൂർത്തിയാക്കി സ്വർണത്തിലേക്ക്. തുടർച്ചയായി 3-ാം വർഷവും സ്വർണം നേടി ഗീതു KP. മലപ്പുറം ആലത്തിയൂർ KMHSSലെ അഭിമാനമായി. പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റില്ല, ബെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ ആയില്ലെങ്കിലും സ്വർണ്ണ മെഡൽ നേടിയതിൽ സന്തോഷമെന്ന് പരിശീലകൻ റിയാസ്. വീടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കുട്ടിയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വരുന്ന കുട്ടിയാകുമ്പോൾ മറ്റുള്ളവർ കിട്ടുന്നതിനേക്കായി ഒരു ഇരട്ടി സന്തോഷമുണ്ട് അവൾക്കൊരു മെഡൽ വരുന്നതിൽ. കഷ്ടതകൾക്ക് ഇടയിൽ നിന്നുമാണ് ഈ കൊച്ചുമിടുക്കി സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വിജയത്തിലേക്ക് നടന്നു കയറുന്നത്. സ്വന്തമായി ഒരു വീടില്ലാത്തതിനാൽ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് പരിശീലനവും പഠനവും. കിടപ്പ് രോഗിയാണ് അച്ഛൻ. അമ്മയുടെ വരുമാനമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം. വീടിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ മെഡൽ വന്നപ്പോൾ കായിക അധ്യാപക സംഘടന അങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഒന്നും ഉണ്ടായില്ല. ഓളെ അച്ഛനെ കൊണ്ട് എന്തായാലും വെക്കാൻ കഴിയില്ല, കാരണം അച്ഛൻ സുഖമില്ലാണ്ട് കിടപ്പ് ഓട്ടോ ഡ്രൈവറായിരുന്നു, വെയ്യാണ്ടായിട്ട് ഇപ്പോൾ 5 വർഷമായി. ഇപ്പം അമ്മ പണിയെടുത്തിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത്. മത്സരത്തിലും പഠനത്തിലും ഒരുപോലെ മികവ് പ്രകടിപ്പിക്കുന്നുണ്ട് ഗീതു. ദേശീയ മെഡൽ നേടണം, നല്ലൊരു ജോലി വേണം. അതുകൊണ്ടാണ് സ്വർണത്തിൽ കുറഞ്ഞതൊന്നും ഗീതുവിന് തൃപ്തി നൽകാത്തത്. ഇനിയും പൊരുതാനുള്ള ഊർജമാണ് ഈ കൊച്ചുമിടുക്കിക്ക് ഓരോ ജയങ്ങളും. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മറികടക്കാൻ ജയങ്ങൾ കൊണ്ട് സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഗീതു എന്ന +1 കാരി. മഹാരാജാസ് കോളേജ് മൈതാനത്ത് നിന്നും ജോയ് CR-നൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.